ഹലോ ഫ്രണ്ട്സ്, ABC ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലച്ചുവട് ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മളിന്ന് പോകുന്ന തണ്ണിയപ്പാറ എന്ന സ്ഥലം. അപ്പോൾ അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിലൂടെ പകർത്താൻ ശ്രമിക്കാം. അതുപോലെ സൂര്യാസ്തമയം കാണാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ നമുക്ക് എത്രത്തോളം വ്യക്തമായിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് താമസിക്കേണ്ട, നമുക്ക് തണ്ണിപ്പാറയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ തണ്ണിയപ്പാറ എത്തിയിട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോയാൽ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് തണ്ണിയപ്പാറത്തെ മനോഹരമായ കാഴ്ചകൾ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചൂട് വളരെയധികം കുറവാണ്. ദൂരെ കുറേ മലകളൊക്കെ നമുക്ക് കാണാം. ഒരു ചെറിയ കാറ്റോട് കൂടിയ മനോഹരമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ താഴെ കാണുന്നത് ഒരു പാറമടിയായിരുന്നു. എന്നാൽ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തനമൊന്നുമില്ല. വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു റിലാക്സിങ്ങിന് വേണ്ടി വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തണ്ണിയപ്പാറ എന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അവിടെ എന്താണ് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് നമുക്ക് പോയി നോക്കാം. അവിടെ കുറേ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചാൽ നമുക്കത് വീഡിയോ പകർത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും സമയം കളയാതെ താഴത്തോട്ട് പോകും. ഞാൻ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കുളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ തെരുവപ്പുല്ലുകളാണ്. ഇഷ്ടംപോലെ തെരുവപ്പുല്ലാണ് ഈ പാറമടയിൽ നിറച്ചുള്ളത്.
തെരുവ് തൈലൊക്കെ ഉണ്ടാക്കുന്നത് ഈ പുല്ല് വെച്ചിട്ടാണ്. പിന്നെ ഇവിടെയുള്ള കല്ലുകളുടെയും പാറകളുടെയും ഇടയ്ക്കൂടെ തന്നെ തെരുവ് പുല്ല് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുകളിലോട്ട് നോക്കിയാൽ നമ്മൾ ആദ്യം അവിടെയായിരുന്നു വന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് താഴെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് വീണ്ടും കയറി പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പാറമടയുടെ അപ്പുറത്തെ വശത്താണ്. അതായത് നമ്മൾ ആദ്യം നിന്നതിൻ്റെ പുറകുവശത്തുകൂടി താഴോട്ട് ഇറങ്ങാനുള്ളൊരു ചെറിയ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ ഇറങ്ങിയേക്കാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒട്ടും തന്നെ വെയിലൊന്നുമില്ല, നിറച്ചും മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണലാണ് ഇവിടെ. ഇതിലെ നടക്കാനുള്ള നല്ല വഴിയൊന്നുമില്ല, മൊത്തം പാറയാണ്, കരിയിലയാണ്. അപ്പോൾ നമുക്ക് നടക്കുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഇതിലേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നിറച്ചും മരങ്ങളാണ്, അതുകൊണ്ട് വെയിലൊന്നും തന്നെ ഇല്ല. നടക്കുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് ചെറിയൊരു പേടിയുള്ളൂ. പ്രകൃതി സൗന്ദര്യമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക, അത് നമുക്കൊരു പ്രത്യേക ഫീലാണ് നൽകുന്നത്. ഇപ്പം ഏകദേശം 5:30 ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്നാലും സൺസെറ്റ് കാണാൻ പറ്റുന്നത്. സൺസെറ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 5:45 കഴിഞ്ഞു. സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനി കുറേ നേരം കൂടി കഴിഞ്ഞാൽ മാത്രമേ ആ മലയ്ക്കപ്പുറം സൂര്യൻ അപ്രത്യക്ഷമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് മൊത്തം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും പരമാവധി ഞാൻ ശ്രമിക്കാം. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരേക്കും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇത്രയും മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 6 മണി ആയതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.